ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഇന്ത്യൻ ജനതയെ വെറുക്കുന്നയാളാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ എറിക് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അമേരിക്കൻ നഗരങ്ങളെ ഇടത് ആശയങ്ങൾ കൊണ്ട് പുനഃക്രമീകരിക്കാനാണ് മംദാനിയുടെ ശ്രമമെന്നും എറിക് ട്രംപ് വിമർശിച്ചു. കൂടാതെ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനെന്നും അദ്ദേഹം വിളിച്ചു. മംദാനിക്ക് ജൂത ജനതയോട് വെറുപ്പാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഈ വിമർശനത്തെ പല രീതിയിലാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. അച്ഛന്റെ പാത പിന്തുടരുകയാണ് മകൻ എന്നാണ് പറയുന്നത്. സമാധാന അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്താനാണ് എറിക്കിന്റെ ലക്ഷ്യം. മാത്രമല്ല, ന്യൂയോർക്ക് നഗരത്തിനെതിരെ മത്സരിക്കാൻ ലോകത്ത് ഒരു സ്ഥലവുമില്ല. എന്നിട്ടും നിങ്ങൾക്കൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. എന്നിരുന്നാലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ജൂതന്മാരെ വെറുക്കുന്ന, ഇന്ത്യൻ ജനതയെ വെറുക്കുന്ന, നിയമപാലകർക്ക് പണം തിരികെ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നിങ്ങൾ മുദ്രകുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് എന്ത് വില നൽകേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് വളരെ സങ്കടകരമാണെന്നും എറിക് ട്രംപ് പറഞ്ഞു. ട്രംപ് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കൂടിയായ എറിക് പുതിയ മേയർ ചെയ്യേണ്ടത് സുരക്ഷിതമായ തെരുവുകൾ, വൃത്തിയുള്ള തെരുവുകൾ, ന്യായമായ നികുതികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നഗരങ്ങൾ സർക്കാർ ഇടപെടലില്ലാതെ സ്വന്തമായി അഭിവൃദ്ധി പ്രാപിക്കുമെന്നും പറഞ്ഞു. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ സൊഹ്റാൻ മംദാനി ഈ മാസം ആദ്യം ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു. നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറും 1 നൂറ്റാണ്ടിലേറെയായി അതിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമായി ജനുവരി 1 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024 നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ പരാമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മംദാനി നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്താരാഷ്ട്ര നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു നഗരമാണ്. മംദാനി CNN-നോട് വ്യക്തമാക്കിയതാണ്. നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രതിഫലിക്കേണ്ട മൂല്യങ്ങൾ അർഹിക്കുന്ന ഒരു നഗരമാണിത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിക്കുന്ന വാറണ്ടുകൾ നമ്മുടെ നഗരം പാലിക്കണമെന്ന് ഞാൻ കരുതുന്നു. നെതന്യാഹു എപ്പോഴെങ്കിലും നഗരം സന്ദർശിച്ചാൽ ICC വാറന്റ് പാലിക്കുമെന്നും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യുമെന്നും മംദാനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തീവ്ര ദേശീയ ഉയർത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ സോഷ്യലിസ്റ്റ് നയങ്ങളിൽ ഉറച്ചു നിന്നാണ് റാപ്പ് ഗായകനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറാകുന്നത്. ജീവിത ചിലവിൽ വളഞ്ഞ ജനത്തിന് വാടക വർധന നിയന്ത്രിക്കുന്നതടക്കം ജനകീയ വാഗ്ദാനങ്ങൾ മംദാനിയുടെ വൻ വിജയത്തിന് വഴിയൊരുക്കി. വ്യത്യസ്ത നിലപാടുകൾക്കൊപ്പം ശൈലികളും ഉയർത്തിയായിരുന്നു സൊഹ്റാൻ മംദാനിയുടെ പോരാട്ടം. അമേരിക്കൻ പതിവുകൾ തെറ്റിച്ച് ബോളിവുഡ് ശൈലിയിലുള്ള വീഡിയോകളിലൂടെ നടത്തിയ പ്രചാരണം തരംഗമായി. യുഗാണ്ടയിൽ ജനിച്ച് US-ലേക്ക് കുടിയേറിയ മംദാനി ന്യൂയോർക്കിന്റെ ആദ്യ ഇന്ത്യൻ വംശജനും മുസ്ലിമും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ്. ഇന്ത്യൻ വംശജയായ പ്രശസ്ത സംവിധായിക മീര നായരാണ് അമ്മ. അച്ഛൻ ഇന്ത്യൻ വംശജനായ യുഗാണ്ടൻ സാഹിത്യകാരൻ മഹമ്മൂദ് മംദാനി. സോഷ്യലിസ്റ്റായ മംദാനിയുടെ ജനങ്ങളുടെ സാധാരണക്കാരന്റെ മനസ്സ് തൊട്ടറിഞ്ഞാണ് പോരാട്ടത്തിന് ഇറങ്ങിയത്. വാടക വർധന മരവിപ്പിക്കുക, ബസ് യാത്ര സൗജന്യമാക്കുക, എല്ലാ കുട്ടികൾക്കും മെച്ചപ്പെട്ട പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ ജനപ്രിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് ജനവിധി തേടി. ക്ഷേമ പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ സമ്പന്നർക്ക് നികുതി ചുമത്തുമെന്നുള്ള വാഗ്ദാനവും ജനം നെഞ്ചേറ്റിയെന്ന് തെളിയുന്നതാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം. പലസ്തീൻ വിഷയത്തിൽ എടുത്ത ശക്തമായ നിലപാടുകൾ സൊഹ്റാനെ ശ്രദ്ധേയനാക്കി. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയെ വംശഹത്യയെന്ന് വിശേഷിപ്പിച്ച മംദാനിയെ എതിരാളികൾ യഹൂദ വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പലസ്തീൻ അനുകൂലികൾക്കിടയിൽ ഇത് വലിയ സ്വീകാര്യത നൽകി. കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച ട്രംപ് അധിക്ഷേപം ചൊരിഞ്ഞപ്പോഴും അചഞ്ചലമായി പോരാടിയ മംദാനി ട്രംപിന് പുതിയ ബദൽ മുഖമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.